വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. മോദിയെ നഷ്ടപ്പെട്ടാൽ പിതാവിനെ നഷ്ടപ്പെട്ടതുപോലെയാണ് എന്നും മോദിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും പറഞ്ഞ BJP നേതാവ് M അബ്ദുസലാമും പടച്ചവനാണ് സത്യം, നിങ്ങൾക്ക് മോദിയെ വിശ്വസിക്കാമെന്ന് പറഞ്ഞ ദേശീയ മുസ്ലിം അബ്ദുള്ള കുട്ടിയും ഒന്ന് കേൾക്കുക. മുസ്ലിങ്ങളെയൊക്കെ കൊന്നുകളയാനാണ് ഒരു BJP നേതാവ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. BJP വക്താവ് സൂരജ് പാൽ ആമുവാണ് മുസ്ലിങ്ങൾക്കെതിരെ ഇത്തരത്തിൽ പരസ്യമായി കൊലവിളി ഉയർത്തിയിരിക്കുന്നത്. മുസ്ലിങ്ങൾ അവരുടെ മീശ മുറിക്കുന്നു, എന്നാൽ ഞങ്ങൾക്ക് അവരുടെ തൊണ്ട മുറിക്കാൻ കഴിയും. ഞങ്ങൾ മുസ്ലിങ്ങളെ ഒന്നൊന്നായി തിരഞ്ഞു പിടിക്കും. ഇതാണ് BJP വക്താവായ സൂരജ് പാൽ ആമു പരസ്യമായി നടത്തിയ കൊലവിളി. ഹരിയാനയിലെ മഹാപഞ്ചായത്തിൽ നടത്തിയ പ്രസംഗത്തിലാണ് സൂരജ് പാൽ ആമു ഇത്തരത്തിലൊരു കൊലവിളി നടത്തിയിരിക്കുന്നത്. എന്നാൽ ഒരു പൊതുപരിപാടിയിൽ ഇത്തരത്തിലൊരു കൊലവിളി നടത്തിയിട്ടും ഹരിയാന പോലീസ് ഇതുവരെ സൂരജ് പാൽ ആമുവിനെതിരെ ഒരു പെറ്റി കേസ് പോലും ചാർജ് ചെയ്തിട്ടില്ല. നൂറുകണക്കിന് പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു BJP വക്താവ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയതും. അബ്ദുള്ള കുട്ടിയെ പോലുള്ള ദേശീയ മുസ്ലിങ്ങൾ ഒന്നറിയുക, ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ കൊലവിളി പ്രസംഗങ്ങൾ നടത്തുന്നവരുടെ പാർട്ടിയിലേക്കാണ് നിങ്ങൾ ദേശീയ മുസ്ലിം എന്നൊക്കെ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ആളെ പിടിക്കാൻ നോക്കുന്നത്. ഈ അടുത്ത് കഴിഞ്ഞ മലപ്പുറം ലോക്സഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തിയ അബ്ദുള്ള കുട്ടി ഒരു മാധ്യമത്തോട് പറഞ്ഞത് എല്ലാ സത്യവിശ്വാസികൾക്കും ഞങ്ങൾക്കൊപ്പം, അതായത് BJPക്കൊപ്പം ചേരാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലും ഇന്ത്യയിലും ഉള്ളത് എന്നാണ്. മുസ്ലിങ്ങളുടെ തൊണ്ട മുറിക്കണമെന്ന് പറഞ്ഞതാണോ അബ്ദുള്ള കുട്ടി പറഞ്ഞ ദേശീയ തലത്തിലെ സത്യവിശ്വാസികൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ സാഹചര്യം? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് RSS അധ്യക്ഷൻ മോഹൻ ഭഗവത് പറഞ്ഞത് ഇസ്ലാം മതവിശ്വാസികൾ ഇന്ത്യയിൽ ജീവിക്കരുതെന്ന് പറയുന്നവർ ഹിന്ദു അല്ല എന്നാണ്. പുതിയ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് പറഞ്ഞത് മുസ്ലിങ്ങളുടെ സ്ഥിതി 75 വർഷമായിട്ടും മെച്ചപ്പെട്ടിട്ടില്ല എന്നും അത് പരിഹരിക്കുകയാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യമെന്നുമാണ്. ഇത്തരത്തിൽ ഇവർ നടത്തുന്ന പ്രസ്താവനകളൊക്കെ കേവലം ആളെ സുഖിപ്പിക്കാനുള്ളത് മാത്രമാണെന്നും എന്നാൽ ഇവരുടെ ശരിയായ ലക്ഷ്യം എന്താണ് എന്നും വ്യക്തമാക്കുന്നതാണ് BJP വക്താവായ സൂരജ് പാൽ ആമുവിന്റെ ഈ കൊലവിളി പ്രസംഗം. മോഹൻ ഭഗവതിന്റെയും രാജീവ് ചന്ദ്രശേഖരന്റെയും മുസ്ലിങ്ങൾക്ക് അനുകൂലമായ പ്രസ്താവനകൾ കേട്ട കേരളത്തിലെ മുസ്ലിങ്ങളൊന്നും ഇവരൊക്കെ BJPക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നവരാണ് എന്ന് കരുതരുത്. ഇവരുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്നുള്ളത് എന്താണെന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് തന്നെ വളരെ വ്യക്തമായി അറിയാം. ആ വ്യക്തത തന്നെയാണ് ഇന്ന് സൂരജ് പാൽ ആമു തന്റെ കൊലവിളി പ്രസംഗത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.